ഇത് ചീമേനി ഫെസ്റ്റ് അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനെല്ലാം 50 റുപ്യ ഉണ്ടായിനി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ളതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും പോയിട്ട് എല്ലാത്തിലും കയറാനും അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ചെറിയ സാധനം, നമുക്കെല്ലാം വലിയ സാധനം. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ നിർബന്ധപ്രകാരം ഞാനിതിൽ തൊട്ടിലാടത്ത് കയറി. ഇതാണല്ലോ ഇവിടെ വലുതായിട്ട് കാണുന്നില്ലേ, അപ്പോൾ ഇതിൽ കയറിയിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതങ്ങനെ കറങ്ങി തുടങ്ങി. ഇതിങ്ങനെയല്ലേ ഉണ്ടായില്ല, വെറുതെ ആൾക്കാരെ വെച്ചേക്കുന്നു. കറണ്ട് പോയി ഇതാടുത്തതാ പ്രശ്നം. കറണ്ട് പോയി. ഇപ്പൊ പറയാ തൊട്ടിലാട്ടത്തിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡിൽ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കുണ്ടി മേലേക്ക് പൊന്തും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലോ ഇതിൻ്റെ താഴേക്ക് വരുന്ന സ്പീഡ്. ഇപ്പൊ നമ്മളെ ഇതിന്റെ മുകളിലെത്തിയിട്ട് നിർത്തിയിട്ടായിട്ട് നിർത്തിയത് നമ്മൾ ഒന്നിച്ചുണ്ടായി അവരെ താഴെ ഇറക്കി. നമ്മളെ ഇറക്കാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറ്റി. ഇത് വീടുന്ന നല്ല ആട്ടാടുന്നുണ്ട്. ഇതാണ് ഇവിടെ ഫ്രീ ആയിട്ടില്ല ആനേൻ്റെ പ്രതിമ. തുമ്പിക്കൈയും ചെവി ആടിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഞാനൊരു ഫോട്ടോ എടുത്തു. കാരണം ഞാനത് വേറെ ആരും പിടിക്കുന്ന കണ്ടിട്ടാണ്. പക്ഷെ ഞാൻ അതിനെ പിടിച്ചിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് വിട്ട് ലാസ്റ്റ് ദിവസം പോകാൻ വേറെ തന്നെ ഒരു രസമാണ്. കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവും. അപ്പോൾ ആടെ വേറെ ഒരു തൊട്ടിലാട്ടം ഉണ്ടായിരുന്നു. അത് കുറച്ച് ചെറുതായിട്ടാണ് തോന്നിയത്. ഇഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റും കാര്യങ്ങളെല്ലാം. പിന്നെ ഈ റോട്ടിൽ തന്നെ ആൾക്കാർ പോകുന്നതുകൊണ്ട് വണ്ടിയെല്ലാം ബ്ലോക്കാണ്. ആ ബസ് ഇപ്പോൾ കണ്ടിട്ട് അവിടെ നിർത്തി വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അവരെടുത്ത് മാറ്റും. അപ്പം ആ വഴിയിലൂടെ പോകാനാവില്ല, വേറെ വഴിയിലൂടെ എല്ലാവരും പോകേണ്ടി വരും. പിന്നെ ഇവിടെ 2 നേരം അന്നദാനമുണ്ട്, ഉച്ചക്ക് രാത്രി. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ രാത്രി കഴിക്കാൻ പറ്റിയിട്ടാ നല്ല തിരക്ക്. അത് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വയ്യും. എന്നാൽ പിന്നെ ഇടം വരെ വന്നതല്ലേ, ഉള്ളിൽ കയറിയിട്ട് മറ്റേ തെയ്യത്തിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ആയിട്ട് എടുത്തിട്ട് അയച്ച്. പക്ഷേ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഇതാ ഇങ്ങനെയാണ് തിരക്കായിട്ട് അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ സമയത്ത് അവർ പറയുന്നത് QR കോഡ് പുറത്ത് സ്കാൻ ചെയ്താൽ മതി, അതിൽ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ നമ്മളതായിട്ടുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് തന്നെ എടുക്കണ്ടേ. അപ്പം അവിടുന്ന് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ട. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടയോടിയിലുള്ള വീഡിയോ എല്ലാം എടുത്തു. അപ്പോൾ ഇവിടെ കുളം കാണുന്നു. ഇവിടുന്ന് ഒരു 360 ഡിഗ്രി കറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കാലുകൾ സമ്മതിച്ചില്ല, കാലുകൾ ഇടറി. അതുകൊണ്ട് ഞാൻ കുറച്ച് കറങ്ങിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇത് ഉള്ളിലേക്കില്ല മെയിനായിട്ടുള്ള വഴി. പിന്നീട് കുറേ കളിപ്പാട്ടം കാർ അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഹോട്ട് വീൽസിൻ്റെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, ഒന്നും ഒറിജിനലല്ല. ഇത് അമ്പലത്തിൽ നിന്ന് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, അധികാരം കാണില്ലത്. ലുട്ടാപ്പിൻ്റെ ലവിലെ കൊമ്പ് കിട്ടിയിട്ടാകുമ്പോൾ ഞാനതൊന്ന് എടുത്ത് തലക്ക് വെച്ചു. ഇത് എന്ന് പറയുമ്പം ചെങ്ങായിൻ്റെ കടയാണ്. അങ്ങനെ ഇവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, എല്ലാ ദിവസവും നല്ല തിരക്കുണ്ടാവലുണ്ട് പറഞ്ഞ്. ലാസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് ഒരുപാട് ആൾ വന്നല്ലോ. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളെല്ലാം കടയിലുണ്ട്. ഈ സോഡ സർവത്ത് പറയുമ്പം എനിക്ക് വേണ്ടി അടിക്കുന്നതാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മൊത്തം ഒഴിവാക്കിനി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെയും അതും മറ്റേ കൂടിയിട്ട് ഭയങ്കര സൗണ്ടായിട്ടുണ്ടായിനി. അതുകൊണ്ടാണ് ആ സൗണ്ടെല്ലാം ഒഴിവാക്കിയത്. അവസാനം പോകുമ്പോൾ നമ്മൾ 4 ആളെ ഉണ്ടായിട്ട് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഇപ്പോൾ കുറേ ആളായി. ഇവരെല്ലാവരും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, കുറച്ചാളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാന്ന്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.